ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും ആ രീതിക്ക് ഈ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ആരെങ്കിലുമൊക്കെ കൈ കിട്ടിക്കേണ്ടുന്ന വീഡിയോസാണ് എൻ്റെത്. അപ്പോൾ ഞാൻ ഇങ്ങനെയോട് ചെയ്താൽ അതും കൂടെ പോയി കിട്ടും. പക്ഷേ ഞാൻ സ്റ്റിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വീഡിയോ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻവിറ്റേഷൻ കമ്പനിൻ്റെ എല്ലാ മിഷൻസും കളിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് കളിച്ച് കംപ്ലീറ്റ് ആക്കാം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ മിഷൻസൊക്കെ ജസ്റ്റ് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാവർക്കും അറിയാനുണ്ടാവും, എന്നാലും ജസ്റ്റ് പറയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ വേൾഡ് കപ്പ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തുടങ്ങുന്ന പുതിയതായിട്ടുള്ള അക്കൗണ്ട്സ്, അതിൽ ഈ മുകളിൽ കാണുന്ന നീല കോഡുണ്ട്, ബ്ലൂ ഒരു റെഡിങ് കോഡുള്ള സാധനമാണ്. അത് കോപ്പി ചെയ്തിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന അക്കൗണ്ട്സ് എൻ്റർ ഇൻവിറ്റേഷൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് 50 കോയിൻസ് കിട്ടും ഒരു അക്കൗണ്ടിന്. അങ്ങനെ 5 അക്കൗണ്ട്സ് വരെ നിങ്ങൾക്ക് മാക്സിമം പോകാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാം. രണ്ടാമത് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് പറയുമ്പോൾ പുതിയ അക്കൗണ്ട്സ് തുടങ്ങുമ്പോൾ അതിൽ കാണാൻ പറ്റും. ട്രഷർ ലിങ്കൊക്കെ മുന്നേ കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതുപോലത്തെ ഒരു സംഭവമാണ്. 5 സെറ്റ് ഓഫ് മിഷൻ ഉണ്ട്. ഈ 5 സെറ്റ് ഓഫ് മിഷനും കംപ്ലീറ്റ് ആക്കിയാൽ ഇത്രയും കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. 5 അക്കൗണ്ടിൽ കംപ്ലീറ്റ് ആക്കിയാൽ ഇത്രയും കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. സ്റ്റെപ്പ് ഓഫ് 5 മെയിനായിട്ടൊരു മിഷന് എന്ന് പറയുന്നത് കൊനാമേഡ് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. കൊനാമേഡ് ലിങ്ക് ചെയ്യാൻ ജിമെയിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സെപ്പറേറ്റ് ഒരു 5 ജിമെയിൽ ഉണ്ടായിക്കോളി, അതാണ് ഏറ്റവും നല്ലത്. വെറുതെ കുറേ വേറെ പണിയുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് 5 ജിമെയിൽ ID ഉണ്ടാക്കിക്കോളി. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടായിക്കോ. ഇത് ഈ യൂസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിലീറ്റ് ആക്കുകയും ചെയ്തോളൂ, വലിയ പണിയൊന്നുമില്ല. നെക്സ്റ്റ് പറയുമ്പോൾ ഡിവിഷൻ 8, 7, 6 എന്നുള്ള രീതിക്കാണ്. അതാണ് കുറച്ച് ടൈം എടുക്കുക. നിങ്ങൾ കളിച്ച് ടൈം പോകുക എന്നുള്ളത് ആ 3 മിഷൻസിനാണ്. അപ്പോൾ അതായത് PvP മാച്ചസ് നിങ്ങൾ ഡിവിഷൻ കളിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രൊമോഷൻ കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതാണ്. പോയിൻറ്റ്സ് കുറച്ച് മതി പ്രൊമോഷൻ കിട്ടാൻ. പിന്നെ ചില ഓപ്പൺസ് എക്സൈഡ് അടിച്ച് പോകും, അങ്ങനെ ടൈം ലാഭമാണ്. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണെങ്കിൽ നിങ്ങൾ AMH കൊടുക്കുക. AMHൻ്റെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റ് ബട്ടൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് റോബോട്ടിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അത് എനേബിൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മാച്ച് മൊത്തം കൺട്രോൾ ചെയ്തോളും. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അത് ഈ മാച്ച് മൊത്തമായിട്ട് കഴിയുമ്പോൾ നെക്സ്റ്റ് മാച്ചിലേക്കുള്ളത് സെറ്റാക്കി കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ലാപ്പ് റിവാർഡാണ്. ലാപ്പ് റിവാർഡ് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അത് ഒരാഴ്ച ഏകദേശം എടുക്കും. കാരണം ഒരു ലാപ്പ് റിവാർഡ് കിട്ടണമെങ്കിൽ 36 സ്റ്റെപ്പാണ് ഒരു ലാപ്പിലുള്ളത്. ഈ 36 സ്റ്റെപ്പും കംപ്ലീറ്റ് ആക്കണം. ഒരു ദിവസം നമ്മൾ പെനാൽറ്റി കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റെപ്സ്, മുന്നോട്ട് പോകുന്ന സ്റ്റെപ്സ് പറഞ്ഞാൽ 6 സ്റ്റെപ്പാണ്. ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ 4 സ്റ്റെപ്പേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ മിസ്സാക്കുന്നതനുസരിച്ച് 6 ദിവസം എന്നുള്ളത് 7 ദിവസം 8 ദിവസം ആകും. ഇപ്പം 6 × 6 36 എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം മിസ്സാക്കിയാൽ തന്നെ 6 ദിവസം എന്നുള്ളത് 7 ദിവസം ആവും, 7 ദിവസം എന്നുള്ളത് 8 ദിവസം, അങ്ങനെ ആ രീതിക്ക് പോവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് iOS യൂസർ, ആൻഡ്രോയിഡ് യൂസർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം ഫാസ്റ്റായിട്ട് നോക്കാം. iOS യൂസറിന് പ്രത്യേകിച്ച് വലിയ മെത്തേഡ് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ iOS യൂസറാണ്. ഞാൻ കംപ്ലീറ്റ് ആക്കിയ രീതി പറഞ്ഞാൽ നമുക്ക് ക്ലോൺ ആപ്സ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം തേർഡ് പാർട്ടി ആപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് iOSന്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഡാറ്റ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, അതായത് വൈഫൈയും 5G ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് വെച്ചാൽ ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഗെയിം അൺഇൻസ്റ്റാൾ ആക്കും, റീഇൻസ്റ്റാൾ ആക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ഡാറ്റ അടിച്ച ഒരു ആപ്പ് പോലെയാണ് കിട്ടുക. ഈ ക്ലിയർ ഡാറ്റ അടിക്കാൻ വേറെ സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ടോ ഇതിൽ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിക്കാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അങ്ങനെ ഓരോ അക്കൗണ്ട് 5 അക്കൗണ്ട് ഉണ്ടാക്കി മൊത്തം കംപ്ലീറ്റ് ആക്കി, ആ രീതിക്കാണ് ചെയ്തത്. ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സാണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ച് ആപ്സ് ഉണ്ട്, ഐലൻഡ് ആപ്പ്, അതുപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആപ്പ്, ഇങ്ങനെ 2 ആപ്സ് ഉണ്ട്. ഞാൻ വർക്കാവുന്ന ആപ്സ് കണ്ടത് ഇത് 2ആണ്. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അറ്റ് എ ടൈം 5 അക്കൗണ്ട് വരെ നിങ്ങൾക്ക് ഒരു ഫോൺ കൊണ്ടു നടക്കാൻ പറ്റും. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ 2 GB നെറ്റും വേണം. അതായത് ഓരോ ക്ലോൺ ആപ്പ് ചെയ്യുമ്പോൾ 2 GB നിങ്ങൾ ഡൗൺലോഡ് ആക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് പണിയുണ്ട് നെറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. പിന്നെ ഐലൻഡ് ആപ്പാണുള്ളത്. ഐലൻഡ് ആപ്പ് എന്ന് പറഞ്ഞാൽ 5 അക്കൗണ്ടൊന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, 2 അക്കൗണ്ടേ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ വർക്കിംഗ് ആണ് കേട്ടോ. അത് ഇടയ്ക്ക് ജാം ആവാറുണ്ട്, പക്ഷേ സ്റ്റിൽ അത് കിട്ടാറുമുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇപ്പോൾ 5 അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ റെഡി ആണെങ്കിൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ 5 അക്കൗണ്ട് ഉണ്ടാക്കുക. നിങ്ങൾ പറ്റുന്ന മിഷൻസ് കംപ്ലീറ്റ് ആക്കുക. ഡെയിലി കയറി അടിക്കുക. അപ്പോൾ അതിനാണ് 7 ദിവസം ഒരാഴ്ച കാത്തിക്കേണ്ടത്. ബാക്കിയുള്ള മിഷൻസൊക്കെ ഒരു ദിവസം കൊണ്ട് ഇട്ടിട്ട് പിന്നെ കളിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഡെയിലി ഗെയിം എല്ലാ ദിവസവും കയറി അടിക്കുക. അപ്പോൾ ആ ഡെയിലി ഗെയിമിൻ്റെ ദിവസത്തിൻ്റെ കണക്ക് നമുക്ക് കുറഞ്ഞ് കിട്ടും. പിന്നുള്ളത് ഒരു അക്കൗണ്ടിന് 2 ദിവസമാണെന്ന് പറഞ്ഞല്ലോ. ഒരു അക്കൗണ്ടിലെ മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ 2 ഹവേഴ്സാണ് എടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ 40 ദിവസം അങ്ങനെ ഉണ്ട്. അപ്പോൾ 10 ഹവേഴ്സാണ് 5 അക്കൗണ്ടിനും കൂടി എടുക്കേണ്ടത് നമുക്ക്.
നിങ്ങൾ ഡെയിലി ഗെയിം ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും അടിക്കുക, 5 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് സമയം പോലെ ഓരോ അക്കൗണ്ട്സ് വെച്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. 2 ദിവസമാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസങ്ങൾ അരമണിക്കൂറോ അങ്ങനെ കളിച്ചാൽ തന്നെ 4 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ 5 അക്കൗണ്ട് ദിവസം കംപ്ലീറ്റ് ആക്കുന്നത് തന്നെ 20 ദിവസം അങ്ങനെയൊക്കെ എടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ മെല്ലെ മെല്ലെ കളിച്ചാൽ മതി, 1000 കോയിൻസ് സുഖമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതല്ലാതെ വേറെ എവിടെ നിന്നൊക്കെ കോയിൻസ് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മുടെ ഫ്ലാഗ് ഇവൻ്റ് കാണാൻ പറ്റും. ഫ്ലാഗ് ഇവൻ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 310 കോയിൻസാണ് ടോട്ടൽ ഇവിടെ റിവാർഡായിട്ട് വരുന്നത്. പിന്നെയുള്ള ഇവൻ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റീവൻ ജെറാർഡിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട്. അത് 10 ഡിഫറെൻറ്റ് യൂസേഴ്സിനായിട്ട് നിങ്ങൾ ഫ്രണ്ട്ലി കളിക്കുക. ഒരു യൂസറിനായിട്ട് മാച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ 100 കോയിൻ, അതുപോലെ 5 യൂസേഴ്സിനായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ജെറാർഡ്, 10 യൂസേഴ്സിനാകുമ്പോൾ പിന്നെ 100 കോയിൻ. അപ്പോൾ 200 കോയിൻസ് ഇവിടെ നിന്നും കിട്ടും. അപ്പോൾ 310ഉം 200ഉം 510 കോയിൻസ് ഇവിടെ നിന്ന് തന്നെയായി. പിന്നെ ഉള്ളത് നമുക്ക് ലോഗി ബോണസാണ്. 290 കോയിനാണ് നമുക്ക് ലോഗി ബോണസായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 510ഉം 290ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 800 കോയിൻസ് അവിടെ തന്നെയായി. പിന്നെ ഉള്ളത് ടൂർണമെൻറ്റിൽ ഒരു 100 കോയിനാണ്, അപ്പം 900 കോയിൻസായി. അതുപോലെ വേഴ്സസ് ഇവൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റേ 25 കോയിൻസിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട്. എല്ലാ ആഴ്ചയും റിഫ്രഷ് ആവും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ 25 കോയിൻസ് കിട്ടിയിട്ടുണ്ടാവും. ഈ ആഴ്ച 25 കോയിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 50 കോയിൻസ് ഇവിടെ നിന്നായി. ഇപ്പോൾ 950 കോയിൻസായി. അതുപോലെ ഈ ഒരു 50 കോയിൻ, അപ്പോൾ 1000 കോയിൻസ് ഇവിടെ നിന്ന് തന്നെ ആയിട്ടോ. 1000 കോയിൻസ് ഇവിടെ നിന്ന് തന്നെ ആയി. അപ്പം ഇതന്നെയാണ് പറയുന്നത്, ഇൻവിറ്റേഷൻ ക്യാമ്പയിൻ ഇല്ലാതെ നിങ്ങൾക്ക് കോയിൻസ് ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവൻറ്റ് PvP ആണ്. PvPയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഒരാഴ്ചയും 50 കോയിൻ ഇവൻറ്റ് എന്തായാലും വരും. അപ്പോൾ ഇവിടുന്ന് ഒരു 100 കോയിൻസ് എല്ലാ ആഴ്ചയും കിട്ടുന്നതാണ് നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കളിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ആഴ്ച കളിക്കുകയാണെങ്കിൽ ഈ ആഴ്ചൻ്റെ ഒരു 100 കോയിൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 100 കോയിൻസ് ഇവിടെ നമ്മൾ പ്ലസ് ആണെങ്കിലും 1100 കോയിൻസായി. പിന്നെ ഇനി വരാൻ പോകുന്ന വീക്കിലൊക്കെ 25 കോയിൻ്റെ ഇവൻ്റ് ഉണ്ടല്ലോ, അത് റിഫ്രഷ് ആയി കഴിഞ്ഞാൽ അതിന് 100 കോയിൻ വെച്ച് കൂട്ടാൻ പറ്റും. 4 വീക്കാണ് ഇവൻ്റ് എന്നുണ്ടെങ്കിൽ അവിടെയും കൂട്ടാം. അപ്പോൾ 1200 കോയിൻസ് അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബൈ ഫസ്റ്റ് ഹാഫ് ആണ് കേട്ടോ പറയുന്നത്. ഈ ഇവൻറ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഇനിയും വരാൻ പോവാണ്. സെക്കൻഡ് ഹാഫ് വരിക വെച്ചാൽ മേ ബി എക്സ്ട്രാ കോയിൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1500 കോയിൻസൊക്കെ സുഖമായിട്ട് ഇൻവിറ്റേഷൻ ക്യാമ്പയിൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ പറഞ്ഞത് 2500 കോയിൻസൊക്കെ പുഷ്പം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇൻവിറ്റേഷൻ ക്യാമ്പയിൻ കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ എല്ലാ ആഴ്ച നമുക്ക് നോർമൽ ലോഗി ബോണസായിട്ട് കിട്ടുന്നത് ഒരു 50 കോയിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആഡ് ആക്കുക. ടോട്ടലി പറയുകയാണെങ്കിൽ 3000-3500 കോയിൻസ് വരെയൊക്കെ പോകാൻ പറ്റും. ഫസ്റ്റ് ഹാഫിൽ എന്തായാലും ഒരു 3000 കോയിൻസ് വരെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതാണ് പറയേണ്ടത്. അപ്പോൾ ഗെയിമിലധികം പൈസ മുടക്കാതെ അല്ലെങ്കിൽ ഫ്രീ ടു പ്ലേ ആയിട്ട് കളിക്കുന്ന യൂസേഴ്സിന് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഇൻവിറ്റേഷൻ ക്യാമ്പയിനും വേൾഡ് കപ്പ് ഇവൻറ്റ്സും ഒക്കെ കൂടി തരുന്നത്. 2000-3000 കോയിൻസ് വരെ ഇത്ര ചെറിയ ഡ്യൂറേഷനിൽ കിട്ടുക വലിയൊരു കാര്യമാണ്. മാസങ്ങളോളം സേവ് ചെയ്തിട്ട് കിട്ടുന്ന കോയിൻസാണ് അതൊക്കെ. പക്ഷേ കുറച്ച് ടൈമും കുറച്ച് ഡാറ്റയും സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ റൊണാൾഡോയുടെ റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ എക്സ്ട്രാ മാച്ചസ് വേണമെങ്കിൽ കളിക്കാം. കുറേ മാച്ചസ് കളിപ്പിച്ചപ്പോൾ എക്സ്ട്രാ മാച്ചസ് കളിച്ചിട്ട് വേണമെങ്കിൽ റിവ്യൂ എന്നുള്ള രീതിക്ക് പറയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.